ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 60.44% പോളിംഗ്. തമിഴ്നാട്ടിലെ ഈറോഡ് ഈസ്റ്റിലും ഉത്തർപ്രദേശിലെ മിൽക്കിപൂരിലും നടന്ന ഉപതെരഞ്ഞെടുപ്പും സമാധാനപരം. തീവ്രവാദമുക്ത ജമ്മുകശ്മീർ എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം അതിവേഗം അടുക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള കേരള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. അമേരിക്കയ്ക്ക് പിന്നാലെ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറാനൊരുങ്ങി അർജന്റീന. നാഷണൽ ഗെയിംസിൽ മുന്നേറ്റം തുടർന്ന് കർണാടക. തായ്ക്കൊണ്ടോയിൽ കേരളം ഇന്ന് മത്സരിക്കും. ഇന്ത്യ-ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് മഹാരാഷ്ട്രയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 60.44% പോളിംഗ്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. 699 സ്ഥാനാർത്ഥികളാണ് 70 അംഗ നിയമസഭയിലേക്ക് മത്സരിച്ചത്. വോട്ടെണ്ണൽ ശനിയാഴ്ചയാണ്. അതേസമയം തമിഴ്നാട്ടിലെ ഈറോഡ് ഈസ്റ്റ് നിയമസഭാ മണ്ഡലത്തിലും ഉത്തർപ്രദേശിലെ മിൽക്കിപൂർ മണ്ഡലത്തിലും നടന്ന ഉപതെരഞ്ഞെടുപ്പും സമാധാനപരമായി അവസാനിച്ചു. ഈറോഡ് ഈസ്റ്റിൽ 67.97%, മിൽക്കിപൂരിൽ 65.35% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദ്ര അബ്ദല്ലയത്തിയുമായി ഇന്നലെ ടെലിഫോണിൽ സംസാരിച്ചു. ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് ഇരുവരും ചർച്ച നടത്തി. പുതുതായി ചുമതലയേറ്റ SCO സെക്രട്ടറി ജനറലുമായും ശ്രീ ജയശങ്കർ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. പുതിയ ചുമതലയിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ച കേന്ദ്രമന്ത്രി ഇന്ത്യയുടെയും SCOയുടെയും ഒന്നിച്ചുള്ള പ്രവർത്തനത്തെക്കുറിച്ചും ചർച്ച ചെയ്തതായി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഗ്രീസ് വിദേശകാര്യമന്ത്രി ജോർജ് ജെറാപെട്രിറ്റസ് ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഗ്രീസ് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും സന്ദർശനം സഹായകമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ജമ്മുകശ്മീരിലെ സുരക്ഷാ അവലോകന യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. ലഫ്റ്റനന്റ് ഗവർണറും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. തീവ്രവാദമുക്ത ജമ്മുകശ്മീർ എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം അതിവേഗം അടുക്കുകയാണെന്ന് ശ്രീ ഷാ പറഞ്ഞു. നുഴഞ്ഞുകയറ്റം ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ അദ്ദേഹം കേന്ദ്ര ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി. ത്രിപുര സർക്കാർ വികസനത്തിന്റെയും സദ്ഭരണത്തിന്റെയും പാതയിലാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതുതായി ജോലിയിൽ പ്രവേശിച്ച 2806 യുവാക്കൾക്ക് ഓൺലൈനായി നിയമന ഉത്തരവ് വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി. ഒരു കാലത്ത് കരകളാൽ ചുറ്റപ്പെട്ട സംസ്ഥാനം എന്നറിയപ്പെടുന്ന ത്രിപുര ഇപ്പോൾ കരകളോട് ബന്ധിക്കപ്പെട്ട സംസ്ഥാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. एक जमाने में लैंड लॉक स्टेट के नाम से त्रिपुरा को जाना जाता था. आज लैंड लिंक स्टेट के रूप में जाना जाता है और त्रिपुरा के सर्वांगीण विकास के लिए एयरपोर्ट से लेकर रोड से लेकर जल संचय और इरिगेशन के लेकर कई सारे इनिशिएटिव भारत सरकार और त्रिपुरा सरकार ने दिए हैं. और सबसे बड़ा काम हुआ है भारतीय जनता पार्टी की सरकार आने के बाद त्रिपुरा से भ्रष्टाचार और अशांति दोनों को मुक्त करने का काम हुआ है. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള കേരള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. വയനാട് പുനരധിവാസം, ക്ഷേമ പെൻഷൻ വർധന എന്നിവയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഈ മാസം 10 മുതൽ 13 വരെ ബജറ്റിന്മേലുള്ള ചർച്ച നടക്കും. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം നന്ദിപ്രമേയ ചർച്ചകൾ പൂർത്തിയാക്കി ജനുവരി 23 അവസാനിച്ചിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 3 ദിവസത്തെ പണനയ യോഗത്തിന് മുംബൈയിൽ തുടക്കമായി. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകൾ സംബന്ധിച്ച തീരുമാനങ്ങൾ RBI ഗവർണർ നാളെ പ്രഖ്യാപിക്കും. RBI ഗവർണറായി സഞ്ജയ് മൽഹോത്ര ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ യോഗമാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ UN പൊതുസഭാ പ്രസിഡന്റ് ഫിലിമോൻ യാങ്ങുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി പങ്കാളിത്തം പരിഷ്കരിക്കേണ്ട ആവശ്യകത ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രാദേശിക ആഗോള പ്രശ്നങ്ങളിലെ ആശയങ്ങൾ പരസ്പരം കൈമാറിയതായും ശ്രീ ജയശങ്കർ പറഞ്ഞു.
നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിലെ ചിലവ് കുറയ്ക്കാനുള്ള ആശയങ്ങൾ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ ആലോചിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓപ്പൺ AI CEO സാം ഓൾട്ട്മാനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. Our young entrepreneurs, our startups, our researchers, they are really focused on getting that next level of innovation, which will reduce the cost. We have been using multiple AI applications within so many different departments, so many wings of the government, and I think that can really help us solve these population scale problems. സാങ്കേതിക വിദ്യയെ ജനാധിപത്യവൽക്കരിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിനായി പിന്തുണ നൽകുന്ന സാങ്കേതിക വിദ്യകൾ, ഉപകരണങ്ങൾ എന്നിവയുടെ ശേഖരമായ AI സ്റ്റാക്കിനെക്കുറിച്ച് ഓൾട്ട്മാനുമായി ചർച്ച നടത്തിയതായും അദ്ദേഹം പറഞ്ഞു. കേരള ഓട്ടോമോട്ടീവ് ടെക്നോളജി സമ്മിറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയും കേരള സംസ്ഥാന വ്യാവസായിക വികസന കോർപ്പറേഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വ്യവസായ മന്ത്രി P. രാജീവ് അധ്യക്ഷത വഹിക്കും. കേരളത്തിലെ ആരോഗ്യമേഖലയിൽ വൻ വികസനം ലക്ഷ്യമിട്ട് ലോകബാങ്ക് സഹായത്തോടെ കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗ തീരുമാനം. ലോകബാങ്കിൽ നിന്നും 2424.28 കോടി രൂപ വായ്പ സ്വീകരിച്ചാണ് പദ്ധതി നടപ്പാക്കുക. വ്യവസായ പാർക്കുകളിൽ നിർമ്മാണ യൂണിറ്റുകൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഫീസും പൂർണ്ണമായി ഒഴിവാക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറുമെന്നറിയിച്ച് അർജന്റീന. ആരോഗ്യ പരിപാലനത്തിലെ അഭിപ്രായ ഭിന്നതകളാണ് സംഘടനയിൽ നിന്ന് പിന്മാറാൻ കാരണമെന്ന് അർജന്റീന പ്രസിഡന്റ് ജാവിയർ മിലിയുടെ ഔദ്യോഗിക വക്താവ് അറിയിച്ചു. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചതിന് പിന്നാലെയാണ് അർജന്റീനയുടെ നീക്കം. നാഷണൽ ഗെയിംസിൽ മുന്നേറ്റം തുടർന്ന് കർണാടക. 28 സ്വർണം ഉൾപ്പെടെ 54 മെഡലുകളാണ് കർണാടക സ്വന്തമാക്കിയത്. സർവീസസ് രണ്ടാമതും മധ്യപ്രദേശ് മൂന്നാം സ്ഥാനത്തുമാണ്. 9 സ്വർണവും 9 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 24 മെഡലുകളുമായി കേരളം 9ാം സ്ഥാനത്താണ്. ഇന്ന് നടക്കുന്ന തായ്ക്കൊണ്ടോ ഇനത്തിലും കേരളം മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 മത്സരം. ഇന്ത്യൻ ടീമിനെ രോഹിത് ശർമ്മ നയിക്കും. ജോസ് ബട്ട്ലറാണ് ഇംഗ്ലണ്ട് ടീമിനെ നയിക്കുന്നത്. 3 മത്സരങ്ങളുടെ പരമ്പരയിലെ 2ാം മത്സരം ഞായറാഴ്ച കട്ടക്കിൽ നടക്കും. ഈ മാസം 12-ന് അഹമ്മദാബാദിലാണ് അവസാന മത്സരം. ഇന്നലെ നടന്ന ISL ഫുട്ബോൾ മത്സരത്തിൽ മോഹൻ ബഗാൻ പഞ്ചാബ് FCയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഇതോടെ 46 പോയിന്റുമായി മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സ് ഈ സീസണിലെ പ്ലേ ഓഫ് യോഗ്യത നേടുന്ന ആദ്യ ടീമായി. ഇന്ന് FC ഗോവ ഒഡീഷ FCയെ നേരിടും. രാത്രി 7:30-ന് ഗോവയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ 15,000-ഓളം ആദിവാസി ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജൻജാതി സാംസ്കൃതിക് സംഗമം ഇന്ന് നടക്കും. 6 ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടിയിൽ ആദിവാസി ജനവിഭാഗത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കുമെന്ന് എല്ലാവരും പ്രതിജ്ഞയെടുക്കും. പരിപാടിയോടനുബന്ധിച്ച് 8,000-ലധികം ആദിവാസി യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യുവകുംഭ് പരിപാടിയും സംഘടിപ്പിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇസ്മായിലി മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ആഗാ ഖാൻ നാലാമന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ മൂത്ത മകൻ റഹീം അൽ ഹുസൈനിയെ ആഗാ ഖാൻ അഞ്ചാമനായി നിയോഗിച്ചു. ഇസ്മായിലികളുടെ 50ാമത്തെ പാരമ്പര്യ ഇമാമാണ് 53-കാരനായ റഹീം രാജകുമാരൻ. ആഗാ ഖാൻ നാലാമൻ കരീം അൽ ഹുസൈനി ചൊവ്വാഴ്ചയാണ് അന്തരിച്ചത്. നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ അനുശോചനം അറിയിച്ചിരുന്നു. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കരുതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷൻ കുറിച്യാട് റേഞ്ചിൽ 2 കടുവകളെയും വൈത്തിരി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ 1 കടുവയെയും ചത്ത നിലയിൽ കണ്ടെത്തിയ സംഭവം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായി വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. സംഭവത്തിന് പിന്നിൽ മനഃപൂർവ്വം ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതും ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിക്കും. 1 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 60.44% പോളിംഗ്. തമിഴ്നാട്ടിലെ ഈറോഡ് ഈസ്റ്റിലും ഉത്തർപ്രദേശിലെ മിൽക്കിപൂരിലും നടന്ന ഉപതെരഞ്ഞെടുപ്പും സമാധാനപരം. തീവ്രവാദമുക്ത ജമ്മു കശ്മീർ എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം അതിവേഗം അടുക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള കേരള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. അമേരിക്കയ്ക്ക് പിന്നാലെ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറാനൊരുങ്ങി അർജന്റീന.
നാഷണൽ ഗെയിംസിൽ മുന്നേറ്റം തുടർന്ന് കർണാടക. തായ്ക്കൊണ്ടോയിൽ കേരളം ഇന്ന് മത്സരിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് മഹാരാഷ്ട്രയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.